ചാർക്കോൾ ഡ്രോയിങ്. ചാർക്കോളിനെ കുറിച്ച് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, ചിലർ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, ചിലർ ഇപ്പോഴും ചാർക്കോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരും ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ബിഗിനേഴ്സ് ആണെങ്കിലും ചാർക്കോൾ ഉപയോഗിച്ച് വരച്ച എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ മെത്തേഡാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതും ചാർക്കോൾ ഡ്രോയിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ടൂൾസും ഞാൻ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ചാർക്കോൾ ഡ്രോയിങ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഗോഡ്സ് ഗ്രേസിൻ്റെ സ്കെച്ച് ബുക്കാണ്. ഇതധികം റേറ്റ് ഇല്ലാത്ത ഒരു നോർമൽ റേറ്റിലുള്ള ഒരു നല്ല ക്വാളിറ്റിയുള്ള സ്കെച്ച് ബുക്കാണ്. നമ്മൾ ക്യാമലിൻ എന്ന ബ്രാൻഡിൻ്റെ ചാർക്കോൾ പെൻസിൽസാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സെറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ 3 ഷെയ്ഡിലുള്ള ചാർക്കോൾ പെൻസിൽ അവൈലബിൾ ആണ്. ഹാർഡ്, മീഡിയം, സോഫ്റ്റ്. ചാർക്കോൾ പല രൂപത്തിൽ നമുക്ക് കിട്ടും. സ്റ്റിക്കായിട്ട് കിട്ടും, പെൻസിലായിട്ട് കിട്ടും, അതുപോലെ തന്നെ ഡയറക്റ്റ് ചാർക്കോൾ. ചാർക്കോൾ ശരിക്കും കരിയാണ് ഉദ്ദേശിക്കുന്നത്. മരം ഡയറക്റ്റ് കരിച്ചിട്ട് അതേപോലത്തെ സ്റ്റിക്കും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. കംപ്രസ്ഡ് ചാർക്കോൾ ഉണ്ട്, അങ്ങനെ ഒരുപാട് രൂപത്തിലുണ്ട്. എനിക്കിഷ്ടം പെൻസിൽ യൂസ് ചെയ്യാനാണ്. കുറച്ചും കൂടി നമുക്ക് നല്ല നീറ്റായിട്ട് പെൻസിൽ യൂസ് ചെയ്ത് വരയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പെൻസിൽ എനിക്കിഷ്ടം. അടുത്തതായിട്ട് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഇറേസർ പെൻസിലാണ്. നമ്മൾ മോണോ ഇറേസർ മുമ്പത്തെ വീഡിയോസിൽ പരിചയപ്പെട്ടല്ലോ. അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇറേസർ പെൻസിൽ. ഇത് നമുക്ക് ക്രാഫ്റ്റ് സ്റ്റേഷൻ സ്പോൺസർ ചെയ്ത പെൻസിലാണ്. ഇറേസർ പെൻസിലാകുമ്പോൾ മോണോ ഇറേസർ പോലെയല്ല, നമുക്ക് ഷാർപ്പൻ ചെയ്ത് നല്ല നീറ്റായിട്ട് നല്ല തിന്നായിട്ടുള്ള ലൈൻസൊക്കെ ഇങ്ങനെ മായ്ച്ച് കളയാനായിട്ട് പറ്റും. ചാർക്കോൾ പെൻസിൽ സാധാരണ ഒരു ഷാർപ്നർ വെച്ചിട്ട് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പെട്ടെന്ന് പൊടിഞ്ഞു, ഭയങ്കര സോഫ്റ്റ് അല്ല അതിൻ്റെ ചാർക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബ്ലേഡ് വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ കട്ട് ചെയ്യാനായിട്ട് നോക്കും. അതും പലപ്പോഴും സേഫ് അല്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതിനെ മെക്കാനിക്കൽ ഷാർപ്നർ എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ ചാർക്കോൾ പെൻസിലിട്ട് ഷാർപ്പൻ ചെയ്യണമെങ്കിൽ മോന ഒടിഞ്ഞു പോകാതെ നല്ല നീറ്റായിട്ട് ഷാർപ്പൻ ചെയ്ത് കിട്ടും. കണ്ടോ, നമ്മൾ ഈ മെക്കാനിക്കൽ ഷാർപ്നർ വെച്ചിട്ട് ഷാർപ്പൻ ചെയ്ത പെൻസിലാണിത്. നല്ലോണം ഷാർപ്പനായിട്ടുണ്ട്. ഷെയ്ഡ് ബ്ലെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബ്ലെൻഡിങ് സ്റ്റിക്കുകളും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യാം, ബഡ്സ് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്കിഷ്ടം ഇത് രണ്ടും യൂസ് ചെയ്യണം. കുറച്ചുകൂടി നീറ്റായിട്ട് നമുക്ക് ഷെയ്ഡ് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഈ ബ്രഷും ഈ ബ്ലെൻഡിങ് സ്റ്റിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് പടം വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു കോഴീനെയാണ് വരയ്ക്കാൻ പോകുന്നത്, ഒരു പൂവൻകോഴി. ഒരു HB പെൻസിലാണ് സ്കെച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. സാധാരണ നമ്മൾ ചാർക്കോൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ ചാർക്കോൾ വെച്ചിട്ട് സ്കെച്ച് ചെയ്ത് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അത് മായ്ച്ച് കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ചാർക്കോൾ പെട്ടെന്ന് ഇറേസ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഗ്രാഫൈറ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് സ്കെച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വളരെ ലൈറ്റായിട്ടാണ് ഞാനിവിടെ സ്കെച്ച് ചെയ്യുന്നത്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ലൈറ്റ് ടോൺസ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ 3 ടൈപ്പ് പെൻസിലുണ്ടല്ലോ, അതിൽ ഒരെണ്ണം സോഫ്റ്റ്, ഒരെണ്ണം ഹാർഡ്, ഒരെണ്ണം മീഡിയം. അപ്പോൾ ഹാർഡ് പെൻസിൽ എന്ന് പറയുമ്പോൾ വളരെ ലൈറ്റ് ആയിരിക്കും അതിൻ്റെ ഷെയ്ഡ്. സോഫ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ ഡാർക്കായിരിക്കും. മീഡിയം അതിൻ്റെ മിഡ് റേഞ്ച് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ലൈറ്റ് ടോണാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ഹാർഡ് പെൻസിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്സാണ് ആദ്യം നമ്മൾ ചെയ്യാം. അപ്പോൾ ചാർക്കോൾ പെൻസിൽ ഇങ്ങനെ പിടിക്കണതിന് പകരം കുറച്ചൊന്ന് ഇറക്കി പിടിച്ച് കഴിഞ്ഞാൽ വളരെ ലൈറ്റായിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ നമ്മൾ സ്മൂത്തായിട്ടുള്ള പേപ്പേഴ്സിൽ ചാർക്കോൾ ഡ്രോയിങ്സ് ചെയ്യാറില്ല. കാരണം ചാർക്കോളിൻ്റെ ആ ഒരു സംഭവം പേപ്പറിൽ പിടിച്ചിരിക്കാനായിട്ട് റഫായിട്ടുള്ള പേപ്പർ കൊണ്ട് വരയ്ക്കണതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന സ്കെച്ച് ബുക്ക് അത്യാവശ്യം റഫാണ്. ഒരുപാട് റഫല്ല, ഒരുപാട് റഫായാൽ നമുക്ക് വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഹൈലൈറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഫ്ലാറ്റായിട്ട് ഇപ്പോൾ ലൈറ്റ് ഷെയ്ഡുള്ള ഭാഗത്ത് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് പോവുകയാണ്. കാരണം നമ്മുടെ അടുത്ത് ഇറേസർ പെൻസിലുണ്ട്. ഇറേസർ പെൻസിൽ വെച്ചിട്ട് നമുക്ക് ഹൈലൈറ്റ് ഉണ്ടാക്കാം. അധികം അമർത്തി ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അധികം അമർത്തി ഷെയ്ഡ് ചെയ്ത് എന്താ പ്രശ്നം പറ്റുകയെന്ന് വെച്ചാൽ ഇറേസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കി പിടിച്ച് ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 3. സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു HB പെൻസിൽ വെച്ചിട്ട് ഔട്ട്ലൈൻ ഇട്ടു. സ്റ്റെപ്പ് നമ്പർ 2 നമ്മൾ ഒരു ഹാർഡ് ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തു. ഈ സ്റ്റെപ്പിൽ നമ്മൾ ഒരു സോഫ്റ്റ് ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് ഡാർക്ക് ടോൺസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ടെക്നിക്കിൻ്റെ പ്രത്യേകത. നമ്മൾ സാധാരണ ഒരു ഡ്രോയിങ് ചെയ്യുമ്പോൾ ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് ഗ്രാജുവലി വരിക ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ലൈറ്റ് അപ്ലൈ ചെയ്തു,
എന്നിട്ട് നമ്മൾ നേരെ പിന്നെ ഡാർക്ക് ടോണാണ് കൊടുക്കുന്നത്. മിഡ് ടോൺ നമ്മൾ അവിടെ വിട്ടേക്കാണ് ചെയ്യുന്നത്. ഇതാണ് ചാർക്കോൾ പെൻസിലിൻ്റെ ഗുണം. ഇത്ര നമ്മൾ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള നല്ല ഡാർക്ക് ഷെയ്ഡ് നമുക്ക് കിട്ടും. നമ്മൾ വരയ്ക്കുന്ന ഫോട്ടോ നല്ലോണം റെഫർ ചെയ്തിട്ട് എവിടെയൊക്കെ ഡാർക്ക് ഷെയ്ഡ് ഉണ്ടോ അവിടെയൊക്കെ ഈ പെൻസിൽ വെച്ചിട്ട് ഡാർക്കായിട്ട് കൊടുക്കുക. കണ്ണിൻ്റെ ഭാഗത്ത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം അതാണ് നമ്മുടെ ഈ ഡ്രോയിങ്ങിലെ ഫോക്കസ് വരുന്നൊരു പോയിൻ്റ്. നമ്മുടെ പൂങ്കോഴി ഇത്തിരി കലിപ്പനാണ്, ആൾ ഇത്തിരി കലിപ്പിട്ടിരിക്കുകയാണ്. പേപ്പറിൽ ഇങ്ങനെ അധികം പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. പേപ്പറിൽ ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് അധികം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പേപ്പർ ഡാമേജ് ആവാൻ കീറിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്. നേരത്തെ കൊടുത്ത ആ ലൈറ്റ് ടോണും പിന്നെ നമ്മളിപ്പോൾ കൊടുത്ത ഡാർക്ക് ടോണും കൂടിയിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് നമുക്ക് ബ്ലെൻഡിങ് കിട്ടും. അപ്പോൾ ഹൈലൈറ്റ് നമ്മൾ വിട്ടിട്ടില്ല കേട്ടോ, ഹൈലൈറ്റ് ഇപ്പോഴും നമ്മൾക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരിക. നിങ്ങൾക്ക് ഈ ഷെയ്ഡ്സൊക്കെ കുറച്ചുകൂടി സ്മൂത്ത് ആവുന്നത് കാണാനായിട്ട് സാധിക്കും. ബ്ലെൻഡിങ് സ്റ്റിക്ക് വയ്ക്കുമ്പോഴും അമർത്തി ബ്ലെൻഡ് ചെയ്യരുത്. അമർത്തി ബ്ലെൻഡ് ചെയ്താൽ പാച്ചസ് പോലെ വരും. അപ്പം എൻ്റെ അടുത്ത് കുറച്ച് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു ബ്ലെൻഡിങ് സ്റ്റിക്ക് വയ്ക്കുമ്പോൾ പാച്ചസ് പോലെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് നിങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രഷർ കൊടുത്ത് ചെയ്യുമ്പോഴാണ്. ഇനി നമുക്ക് നമ്മുടെ ഹീറോനെ യൂസ് ചെയ്യാം. നമ്മുടെ ഇറേസർ പെൻസിൽ, ഫേബർ കാസ്റ്റിൻ്റെ ഇറേസർ പെൻസിലാണ്. അത് വെച്ചിട്ട് ഹൈലൈറ്റ് കൊടുക്കാം. എനിക്ക് തോന്നുന്നു മോണോ ഇറേസറിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് ഇറേസർ പെൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് നമുക്ക് ഷാർപ്പൻ ചെയ്തെടുക്കാമല്ലോ. മോണോ ഇറേസറൊക്കെ ആണെങ്കിൽ ഒരു സർക്കിൾ ഷേപ്പാണ്, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ആയിട്ടുള്ള റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെയാണ് നമുക്ക് സംഭവം കിട്ടുക. ഇതാകുമ്പോൾ നമുക്ക് ഷാർപ്പൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് ഇതുപോലെ മായ്ച്ച് കളയാനായിട്ട് പറ്റും. നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പിൽ നമ്മുടെ മീഡിയം ആയിട്ടുള്ള ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് ഇതൊന്ന് ഫിനിഷ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം സാധാ പെൻസിൽ ഡ്രോയിങ് ചെയ്യണ മെത്തേഡല്ല. നമ്മളാദ്യം ലൈറ്റ് പെൻസിൽ വെച്ചിട്ട് ലൈറ്റ് ടോണാണ് ചെയ്തത്. പിന്നീട് നമ്മൾ ഒരു ഡാർക്ക് ടോൺ ചെയ്തു. അത് രണ്ടും കൂടി നമ്മൾ ഒരു ബ്രഷ് അല്ലെങ്കിൽ ബ്ലെൻഡിങ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഹൈലൈറ്റ് കൊടുത്തു. എന്നിട്ടാണ് ലാസ്റ്റാണ് നമ്മൾ മിഡിൽ ടോണ് നമ്മുടെ ചാർക്കോൾ മീഡിയം പെൻസിൽ വെച്ചിട്ട് മിഡിൽ ടോൺ കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ബിഗിനേഴ്സിന് പെട്ടെന്ന് ഒരു പടം വരച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ അധികം കോംപ്ലക്സ് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് അല്ലേ, എല്ലാവർക്കും ചെയ്തെടുക്കാനായിട്ട് പറ്റും. ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നീറ്റ്നെസ്സാണ്. കൈയൊന്നും ഇതിൻ്റെ മുകളിലേക്ക് വരാതെ നീറ്റായിട്ട് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. എല്ലാവരും ബിഗിനേഴ്സ് ചാർക്കോൾ പെൻസിൽ നേരിടാൻ പോകുന്ന പ്രധാന പ്രശ്നം അതുതന്നെയായിരിക്കും. കാരണം ഇതൊക്കെ പെട്ടെന്ന് സ്പ്രെഡാവും. ഈ ബുക്കിൻ്റെ മുകളിലൊക്കെ കൈ വന്നാൽ സംഭവം പെട്ടെന്ന് സ്പ്രെഡായി ഈ വൈറ്റ് പോർഷനിൽ എല്ലായിടത്തേക്കാവും. അങ്ങനെ സ്പ്രെഡായി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് കൊള്ളാവും. അപ്പോൾ ശ്രദ്ധിച്ച് സമയം എടുത്ത് ചെയ്താൽ മതി. ഇത് ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യുക. ക്യാമലിൻ്റെ ഈ ചാർക്കോൾ പെൻസിൽ ഒരുവിധം മോശമില്ലാത്ത ക്വാളിറ്റിയുള്ള ചാർക്കോൾ പെൻസിലാണ് കേട്ടോ. കാരണം ഇതുവരെ ഞാൻ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതുവരെ ബ്രേക്ക് ആയിട്ടില്ല. നമ്മൾ സാധാ വാങ്ങാൻ കിട്ടുന്ന പെൻസിലൊക്കെ പെട്ടെന്ന് ബ്രേക്ക് ആവണ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് ഒടിഞ്ഞു പോയത്. കാരണം ഇത് കരിയാണ്, പിന്നെ അധികം സ്ട്രെങ്ത് ഒന്നുമില്ല. ക്യാമലിൻ്റെ ചില കാര്യങ്ങൾ നല്ലതാണ്, ചില ടൂൾസ് വളരെ നല്ല ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. പക്ഷേ ചില ടൂൾസ് വളരെ ക്വാളിറ്റി കുറവാണ്. ഈ കളർ പെൻസിലിലൊക്കെ കാര്യം എടുക്കുമ്പോൾ ക്യാമലിൽ ക്വാളിറ്റി കുറവാണ്. പക്ഷെ ഇതുപോലെ അക്രിലിക് പെയിൻറ്റ്, ട്യൂബിൽ വരുന്ന അക്രിലിക് പെയിൻറ്റൊക്കെ ക്യാമലിൽ നല്ല ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. ആർട്ടിസ്റ്റ് ഗ്രേഡ് വാട്ടർ കളർ മോശമില്ലാത്ത ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. എനിക്കിഷ്ടമായി. ചാർക്കോൾ പെൻസിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മെക്കാനിക്കൽ ഷാർപ്പനർ വെച്ചിട്ട് ഷാർപ്പൻ ചെയ്തപ്പോൾ നല്ല രീതിയിൽ ഷാർപ്പനും കൂടി ആയിട്ടുണ്ട്, അതിൻ്റെ ഗുണം കാണിക്കുന്നുണ്ട്. തൂവലിൻ്റെ കുറച്ച് പാറ്റേൺസൊക്കെ കൊടുക്കുക. നമ്മൾ നമ്മുടെ ചാനലിൽ ആർട്ടിൻ്റെ ബേസിക്, ഡ്രോയിങ്ങിൻ്റെ ബേസിക് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ടെക്സ്ചർ എന്നുള്ളൊരു ചാപ്റ്ററിൽ പാറ്റേൺസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രോയിങ്ങിൽ നമ്മൾ ഇങ്ങനെ മിസ്സാക്കുന്ന പല കാര്യങ്ങളാണ് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ഭംഗി കുറയ്ക്കുന്നത്.
എല്ലാ എലമെൻസും ശ്രദ്ധിച്ച് വരച്ചാൽ ഡ്രോയിങ് നല്ല ഭംഗിയാവും. ബേസിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എത്ര വരച്ചിട്ടും ശരിയാവുന്നില്ല എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബുക്കൊക്കെ വായിച്ചിട്ട് ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടിട്ട് നിങ്ങളുടെ അറിവും കൂടി വർദ്ധിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ചാർക്കോൾ ഡ്രോയിങ്ങിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലുള്ള പടങ്ങൾ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ഫോട്ടോസ് റെഫർ ചെയ്യുമ്പോൾ മാക്സിമം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ റെഫർ ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ആ ലൈറ്റ് ടോണും മിഡിൽ ടോണും ഡാർക്ക് ടോണും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുറച്ചൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള പടങ്ങൾ വരയ്ക്കാനായിട്ട് പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടി, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ ഒരുവിധം എല്ലാ ഐറ്റത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഓൺലൈനായിട്ട് വാങ്ങണമെങ്കിൽ ആ ലിങ്കിൽ കയറി നിങ്ങൾക്കത് വാങ്ങാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഐറ്റത്തിൻ്റെ റേറ്റൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി നോക്കിയിട്ട് റേറ്റൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.